നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അന്ന് തന്നെ കണ്ടിരുന്നത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ പരിപാടി തുടക്കം കുറിക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള ഏറ്റവും മാതൃകാപരമായ ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കാനാവുക എന്ന് ആ കൂട്ടത്തിൽ പെടുന്നതാണ് സമഗ്ര കൊട്ടാരക്കര എന്ന പദ്ധതി. ഇവിടെ പറഞ്ഞു, ശുചീകരണ പ്രവർത്തനം, ജലം മലിനമാകാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ, അതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമായ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ വിവിധ ഭാഗങ്ങൾ ഒത്തുചേർന്ന് നടപ്പാക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ സമഗ്ര കൊട്ടാരക്കര പദ്ധതി. നമ്മുടെ നാടിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതിവേഗതയിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നഗരമേത് ഗ്രാമമേത് എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിൽ പൊതുവെയുള്ളത്. അങ്ങ് മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങൾ എല്ലാം ഒരു പരിശോധനയിലൂടെ കണ്ണോടിച്ചാൽ ഒരു വലിയ നഗരത്തിൻ്റെ ഭാഗമാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഓരോ സ്ഥലത്തിൻ്റെയും നഗരവൽക്കരണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട്. നഗരങ്ങൾ, ചില പ്രത്യേക നഗരങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ആ നഗരങ്ങളിൽ വലിയ തോതിലാണ് ജനസാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ കേരളം നല്ല ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ നഗരങ്ങളിലത് നല്ലതുപോലെ വർദ്ധിക്കുക. ഇത് ചില വെല്ലുവിളികൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുണ്ട്. അതിലൊന്ന് ആരോഗ്യ മേഖലയിലാണ്. ഇതിൻ്റെ ആഘാതം കുറക്കുവാൻ ഏറ്റവും ഒഴിച്ചുകൂടാത്ത ഒന്നാണ് മാലിന്യ സംസ്കരണം. മാലിന്യം കുമിഞ്ഞുകൂടിയാൽ അതിൻ്റെ ഫലമായി വായു മലിനീകരിക്കപ്പെടുന്നു, വെള്ളം മലിനീകരിക്കപ്പെടുന്നു, നാടിൻ്റെ പൊതുവായ അവസ്ഥക്ക് വലിയ തോതിലുള്ള ദോഷമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നല്ല വായുവും ശുദ്ധവെള്ളവും നല്ല ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്ന സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ ഈ ജനകീയ ക്യാമ്പയിന് പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും അങ്ങേയറ്റം പ്രാധാന്യമുണ്ട് എന്നതാണ് നാം കാണേണ്ടത്.